നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനം കടുത്ത ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നിത്യേനയുള്ള ഭക്ഷണത്തിന് വേണ്ടി നിരവധി പേരാണ് വഴിയോര കച്ചവടവുമായി ഇറങ്ങുന്നത്. അവർ ചൂടൊന്നും കാര്യമാക്കാതെ എങ്ങനെയെങ്കിലും സാധനങ്ങളൊന്ന് കച്ചവടമായി പോയാൽ മതി എന്നാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മനസ്സിൽ വിചാരിക്കുക. എന്നാൽ വേനൽക്കാലമായാലും മഴക്കാലമായാലും അവർക്ക് കച്ചവടമില്ല എന്നതാണ് സത്യം. ഈ വേനൽക്കാലത്ത് റോഡിൽ കച്ചവടം ചെയ്യുന്ന ഒരാളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്. ഞാനിതൊരു 17 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് വീട്ടിൽ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ റോഡ് സൈഡിൽ വന്നിരുന്ന് കച്ചവടം ചെയ്യുന്നതാണ്. ചിലയിടത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും. പണ്ടത്തെ അത്രയും കച്ചവടം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കച്ചവടം പൊതുവേ കുറവാണ്. ആൾക്കാരിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ നല്ല കച്ചവടമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ചില സ്ഥലത്തുകളിലും ഭയങ്കര ചൂടാണ്. ചില സ്ഥലത്തൊക്കെ ഇവിടെ അത്രയും വലിയ കുഴപ്പമില്ല. ഉച്ച കഴിഞ്ഞേ വരത്തുള്ളൂ ചൂട്. നമുക്ക് ഫാമിലിയുടെ കച്ചവടമാണ്. കാറിനകത്ത് വരുന്നവരുടെ ഈ ചൂടായതുകൊണ്ട് അവർ നിർത്തത്തില്ല. AC ഇട്ട് വരുന്ന വണ്ടിയല്ലേ, അപ്പോൾ അതങ്ങനെ നിർത്തത്തില്ല. അവർ ചവിട്ടി അങ്ങ് പോവും. വേണമെങ്കിൽ അവർ നിർത്തത്തില്ല, അവരങ്ങ് പോകത്തേ ഉള്ളൂ. പിന്നെ വൈകിട്ട് ഒരു 4 മണിക്ക് കഴിഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നടക്കുന്നത്. രാവിലെയും കച്ചവടമില്ല, പിന്നെ ഉച്ചയ്ക്കൊന്നും കച്ചവടമില്ല. വൈകിട്ടാണ് ഉള്ളത് നടക്കുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും നടക്കുന്നത് വൈകിട്ട് ഒരു 6 മണി വരെ ഉള്ളു. അത് കഴിഞ്ഞാൽ പിന്നെ അതുമില്ല. അങ്ങനെ ചൂടാണ്. ഒരു ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഉച്ച സമയത്തൊക്കെ ഇവിടെ ഇതിനകത്ത് നിൽക്കാൻ പോലും ഇവിടെ ഇച്ചിരി കഴിഞ്ഞാൽ പിന്നെ ചൂടായി. രാവിലെ ഒരു 10 മണി വരെ വലിയ കുഴപ്പമില്ല. 10 മണി കഴിഞ്ഞാൽ പിന്നെ വെയിലായി. പിന്നെ ഇടയ്ക്ക് ഒരു ചെറിയ തണൽ, അത് ഇതുപോലെ മരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അതുമില്ല. ചിലയിടത്തൊക്കെ പോയാൽ അതുപോലെ ആ സ്ഥലത്ത് പോലെ ഇരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കച്ചവടം വളരെ കുറവാണ്. പിന്നെ ചൂട് സമയം കൂടെ ആയതുകൊണ്ട് മഴയത്തൊട്ടുമില്ല. മഴയത്തൊട്ടും കച്ചവടത്തിന് പോകാനൊക്കത്തില്ല. പിന്നെ ചെറിയ രീതിയിലൊക്കെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ.